ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മണ്ഡലങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഓതിവച്ച ആയത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഹക്ക തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം, വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങളാരും തന്നെ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകുവാൻ പാടില്ല എന്നും. ഇത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവൻ്റെ ഉത്കൃഷ്ട സൃഷ്ടികളായ മനുഷ്യന് നൽകുന്ന ശക്തമായ താക്കീതാണ്. കഴിവിൻ്റെ പരമാവധി ഞാനും നിങ്ങളും ഈ ആയത്തിനെ ഉൾക്കൊള്ളുകയും മുസ്ലിങ്ങളായി ജീവിക്കുവാനും മുസ്ലിങ്ങളായി തന്നെ മരിക്കുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയുമാണല്ലോ. പടച്ച തമ്പുരാൻ നമ്മുടെ പരിശ്രമത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. രണ്ടാമതായി ഞാൻ ഓതിവെച്ചത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ മുഹമ്മദിലെ 18-ാമത്തെ ആയത്താണ്. വളരെ ഗൗരവത്തോടുകൂടി സത്യവിശ്വാസികളായ ആളുകൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് പലവിധങ്ങളായ പ്രശ്നങ്ങൾ നടക്കുകയാണ്, പലവിധങ്ങളായ സംഭവങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഒരാവറേജ് മുസ്ലിം നമ്മളോടൊക്കെ പരസ്പരം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഖിയാമം ആയില്ലേ? ഖിയാമത്തിൻ്റെ അടയാളങ്ങളൊക്കെ ഇതൊക്കെ ആണില്ലേ എന്ന് നമ്മൾ ചോദിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് മാനവലോകത്തിന് നൽകിയ അള്ളാഹുവിൻ്റെ ദൈവിക ദൃഷ്ടാന്തമായ ഖുർആൻ, ആ പ്രവാചകൻ്റെ അധരങ്ങളിലൂടെ നമ്മൾ കേട്ടതും പ്രവാചകൻ പഠിപ്പിച്ചതുമായ ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ലോകത്തിൻ്റെ അവസാനം പ്രഖ്യാപിച്ചു. ആ അവസാനത്തിന് പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ, ആ ആയത്തുകളുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വറളു അൻഹും അവർ ചോദിച്ചു: പ്രവാചകരെ, എപ്പോഴാണ് ഈ അന്ത്യദിനം? എങ്ങനെയാണ് ഈ അന്ത്യദിനം? പ്രവാചകൻ അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും വിശദീകരിച്ചു കൊടുത്തു. ഇന്നും നമ്മളത് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പലതും സംഭവിക്കുമ്പോൾ, നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെയാകുമ്പോൾ, നമ്മൾ നിസ്സഹായരാകുമ്പോൾ, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾ പരസ്പരം ചോദിക്കുകയാണ്: ഖിയാമം ആയിട്ടുണ്ട്. പ്രവാചകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? ഖുർആനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? ഖുർആനിൻ്റെ ആയത്തുകൾ ഇതാ സത്യമായി നമ്മുടെ കൺമുന്നിലൂടെ നമ്മളിങ്ങനെ കാണുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലൂടെ മാനവ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഫഹൽ യൻദുറൂന ഇല്ല സഅത അൻ തഅതിയഹും ബഅതൻ ഫഖദ് ജാഅശ്റാതുഹാ. ഇനി ആ അന്ത്യസമയം പെട്ടെന്ന് വന്നെത്തുകയല്ലാതെ മറ്റു വല്ലതും അവർക്ക് കാത്തിരിക്കാനുണ്ടോ? അന്ന് ചോദിച്ചതാ, ഇന്നും ചോദിക്കാൻ. ആ അന്ത്യസമയം പെട്ടെന്ന് വന്നെത്തുകയല്ലാതെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കാത്തിരിക്കാനുണ്ടോ? മാത്രമല്ല അള്ളാഹു പറയാൻ അശ്റാത്തുഹാ, അതിൻ്റെ അടയാളങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞു. എത്ര വന്നു? എന്നിട്ട് നമ്മൾ എന്ത് പഠിച്ചു? എത്ര കണ്ടു? എന്നിട്ട് നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ ടി-വികൾ, വാർത്താമാധ്യമങ്ങൾ നമ്മുടെ മുന്നിലൂടെ ആഴ്ചകളോളം കാണിച്ച അതിദയനീയമായ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടിട്ടും നമുക്ക് പേടിയുണ്ടായോ? ഇല്ല. നമ്മളിലെ പല ആളുകളും വിചാരിച്ചു പോയത് എന്തെന്നറിയോ? ഖിയാമത്തിന് ഇനിയും കുറേ കാലങ്ങൾ കഴിയാനുണ്ട്. പക്ഷേ അള്ളാഹിൻ്റെ പ്രവാചകൻ പറയാൻ, ഇന്നഹും യറൗനഹു ബഈദാ, നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ട് ഇനി കുറെ കാലുണ്ട്. അഥവാ ഒരു മഴ വന്നാൽ, ഒരു കാറ്റ് വന്നാൽ, ഒരു സുനാമി വന്നാൽ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഞാനിരിക്കുന്ന ഫ്ലാറ്റിനൊന്നും പെട്ടെന്നൊന്നും വരാൻ പോടില്ല. കാരണം ഭൂമിയുടെ ഏറ്റവും അടിയിലെ പാറക്കല്ലും തുരന്ന് അവിടെ നെട്ടുമ്പോൾ തിട്ട ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. അല്ലേ? എൻ്റെ വാഹനത്തിന്, എൻ്റെ സമ്പത്തിന് ഒന്നും കഴിയാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ. പക്ഷേ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയാൻ, വനറാഹു ഖരീബാ, ഖരീബ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്.
അത് അള്ള കാണുന്നത് നിങ്ങളുടെ കണ്ടനാടിയോട് അടുത്താണ്. ഇതാ അള്ളാന്റെ റസൂൽ പറയാൻ എങ്ങനെയാണിത് സംഭവിക്കുക? ലാ തഅതീകും ഇല്ലാ ബഅത, പെട്ടെന്നല്ലാതെ അത് സംഭവിക്കുകയില്ല. ചെറിയ ചെറിയ സൂചനകളൊക്കെ ഇങ്ങനെ തന്ന് പടച്ചോങ്ങനെ പറയും, ഇതാ വരുന്നുണ്ടിട്ടോ, ഇവിടെ എത്തിയിട്ടോ, കേരളത്തിലെത്തിയിട്ടോ, കർണാടകയിലെ ഒരു ഭാഗത്തിടിഞ്ഞൂട്ടോ, ചില ഭാഗത്ത് സുനാമി ഉണ്ടായിട്ടോ, ചില ഭാഗത്ത് ഭൂകമ്പം ഉണ്ടായി കേട്ടോ, അവിടെ ഇത്ര ആളുകൾ മരിച്ചു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അള്ള പറയാൻ ഇല്ലാ ബഅത, പെട്ടെന്നല്ലാതെ അത് സംഭവിക്കുകയില്ല. വമാ യൻളുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ. ഖുർആനിന്റെ പ്രഖ്യാപനം ചൂരൽമലയില്, കവളപ്പാറയില്, അവിടെയുള്ള ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളോട് ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? അവർ പറഞ്ഞെന്തറിയോ? മണ്ണിനൊരു പ്രത്യേക സ്മെല്ല് മാത്രമല്ല, ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത, ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പ്രത്യേകമായ ഒരു ശബ്ദം. ചില മരങ്ങൾ പൊട്ടുന്നത് പോലെ, ചില പാറകൾ പൊടിയുന്നത് പോലെ ഭൂമിയുടെ അടിയിൽ നിന്ന്. ഇതൊന്നും പൊട്ടലും ചീറ്റലുമല്ല എന്ന് അള്ള പറയാൻ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. സൂറത്തിന്റെ പേരെന്നെ സിൽസിൽ എന്നാണ് അല്ലേ? സുൽസിൽ, ഒരൊറ്റ വിറപ്പിക്കൽ, അതിന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഉയർന്നു നിൽക്കുന്ന മണിമാളികകളും സൗധങ്ങളും അതങ്ങോട്ട് വരച്ചാൽ ഈ ഭൂമിയുടെ അടിയിലുള്ളത് മുഴുവൻ മുകളിലേക്ക് പൊന്തിയാൽ വഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യന്മാർ ചോദിക്കും എന്ത് പറ്റീന്ന്? ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളോട് നിങ്ങൾക്ക് വല്ലതും ഓർമ്മയുണ്ടോ? ഇല്ല, പലതും ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഇങ്ങനൊരു ശബ്ദമുണ്ട്, ഒരു ചീറ്റലുണ്ട്, വെള്ളം വരുന്ന കണ്ടിട്ടുണ്ട്. ഞൊടിയിട കൊണ്ട് ഈ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന സർവ്വതിനെയും തരിപ്പണമാക്കാൻ കഴിയുന്ന ഒരൊറ്റ ശബ്ദം മതി നമ്മുടെ എല്ലാ അഹങ്കാരത്തിൻ്റെ ഗർവുകളും അസ്തമിക്കാൻ. അല്ലേ? മതി. എന്നിട്ട് നമ്മൾ പാഠം പഠിച്ചോ? ഇല്ല. ഇനി നോക്കി നിങ്ങൾ, നമ്മൾ കാണാത്ത പലതുമുണ്ട്. ലൗ തറാ ഇദ് വഖിഫു അലാ റബ്ബിഹിം ഖാലൂ ബലാ വറബ്ബിനാ. കുറേ കാര്യങ്ങൾ ഇനി വരാണ്ട്. അന്ന് നമ്മൾ പറയും പടച്ചോത് പറഞ്ഞതാണ്, കണ്ണുകൊണ്ട് കാണിക്കും പടച്ച തമ്പുരാൻ. വെറുതെ വിടൂല മനുഷ്യനെ. എന്താ കാണിക്കാന്നറിയോ? ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഇസിറത്. ഇതൊക്കെ പടച്ചവൻ നമ്മളെ കാണിക്കും. ആകാശം പൊട്ടിപ്പുളരും. ഒരു ഉൽക്ക താങ്ങാൻ കഴിയില്ല മനുഷ്യന്. എന്നിട്ട് ഈ ആകാശത്തിൻ്റെ തകർച്ച കാണാൻ കഴിയോ? ആകാശത്തിൻ്റെ സീമയിൽ നമ്മൾ കണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. അല്ലേ? ഇപ്പൊ ബന്ദറിലും മംഗലാപുരത്തും നമ്മുടെ ഉപജീവനം നിലനിർത്തുന്ന, നമ്മളെ സമ്പന്നരാക്കിയ ഈ കടലുണ്ടല്ലോ, ഈ കടലൊന്ന് മുകളിലേക്ക് അടിച്ചു വീശിയാൽ വഇദൽ ബിഹാറു ഫുജ്ജിറത്, ഈ കടലിങ്ങോട്ട് കയറിയാൽ വഇദൽ ഖുബൂറു ബുഇസിറത്, ഭൂമിയുടെ അടിയിലുള്ള മരണമാടപ്പെട്ട ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇതൊക്കെ നമ്മൾ കാണേണ്ടതാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂചനകൾ കണ്ട് നമ്മൾ പഠിച്ചോ? ഇനി അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ ഫഖദ് സനത് സിൽസാലുൽ ബലാബിലു വൽ ഉമൂരി അൽ ഇലാമു. എപ്പോഴാണ് ലോകാവസാനം ഉണ്ടാകാന്നറിയോ? ഭൂകമ്പങ്ങൾ, കുഴപ്പങ്ങൾ, വമ്പിച്ച പ്രശ്നങ്ങൾ എടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ. ഇപ്പോൾ ഇറാൻ, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ, ഇവരൊക്കെ കൂടി ഇസ്രായേലിനടിക്കോ? ഇസ്രായേൽ ഇങ്ങോട്ടടിക്കോ? അമേരിക്ക ആരടിക്കോ? ഇനിയൊരു യുദ്ധമുണ്ടായാൽ അതിനെ താങ്ങാൻ കഴിയില്ല. അതുണ്ടാകുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. രണ്ട് ജ്യേഷ്ഠനാഥന്മാർ തമ്മിൽ അടിയ, രണ്ട് അയൽവാസികൾ തമ്മിൽ അടിയ, രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ അടിയ, രണ്ട് കച്ചവടക്കാർ തമ്മിൽ അടിയ. ഇനി ലോകത്ത് ഇനി അടി ഉണ്ടാകണ്ടോ? അവിടെ കാത്തിട്ടുണ്ട്, ഇവിടെ വരെ അടിയൻ. അല്ലേ? കുഴപ്പങ്ങളുണ്ടാകും, അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, നിങ്ങൾ ഇപ്പിൻ്റെ അടുത്തിരിക്കല്ലേ, എൻ്റെ തല നിങ്ങളുടെ തലയുടെ മുകളിലേക്ക് എൻ്റെ കൈ വെച്ചാൽ അത്രയും ദൂരത്തിലാണ് ഖിയാമം.
ആ ഖിയാമം വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഈ ചൂരൽ മലയിൽ പാവങ്ങളായ മനുഷ്യരാണ്, ചെറിയ ചെറിയ വീടുകളാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രാത്രി കൊണ്ട് അങ്ങനെ സംഭവിച്ചപ്പോൾ അവർക്ക് ഇത്രമാത്രം നഷ്ടമുണ്ടായെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മംഗലാപുരത്തെങ്ങാനും അങ്ങനത്തെ ഒരൊറ്റ ഞെട്ടിക്കലുണ്ടായാൽ നഷ്ടങ്ങളുടെ കണക്ക് വിശദീകരിക്കാൻ കഴിയില്ല. നമ്മളൊന്നും അറിയുന്നില്ല. അതെന്താ സംഭവം എന്നറിയോ? ഒറ്റ കാര്യങ്ങളോട് പറയാൻ, അത് പറഞ്ഞുകൊണ്ടല്ലാതെ അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ വിചാരിക്കും ഇത് നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ കഴിവുകൊണ്ടും നമ്മുടെ സ്ഥലത്തിൻ്റെ ഘടന കൊണ്ടെന്നാ. പല സ്ഥലത്തും പലതുമുണ്ടായപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചു, നമ്മുടെ മുന്നിൽ കണ്ടപ്പോൾ കുഴപ്പങ്ങളുണ്ടായപ്പോൾ പലതും കണ്ടപ്പോൾ പടച്ചോനെ ഇവിടെ ഒന്നും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയല്ലോ. മക്കളുടെ കളി കണ്ടപ്പോൾ, സ്ത്രീകളുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ, വ്യഭിചാരം അധികരിച്ചത് കണ്ടപ്പോൾ, മദ്യം ഒഴുകി കണ്ടപ്പോൾ മംഗലാപുരത്തിൻ്റെ ഘടനയും രീതിയും മാറി എന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ചില്ലേ? ഉണ്ട്. എന്നിട്ടും നമ്മളെ അള്ളാഹു ശക്തമായ പിടികൂടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ കൊടുക്കുന്ന ധർമ്മം കൊണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ വിയർപ്പിൻ്റെ കണങ്ങളുണ്ട്. മംഗലാപുരത്തുകാരനോട് ചോദിച്ചാൽ തരാതിരിക്കുകയില്ല എന്ന വിശ്വാസമുണ്ട് പലർക്കും. ആ ധർമ്മം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ പറയാൻ സമ്പൽ സമൃദ്ധിയിൽ കയറും. അലി റളിയല്ലാഹു അൻഹുവിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, അന ജുലൂസുൻ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് പലതും ഇങ്ങനെ ചർച്ച ചെയ്യുക. എന്താ നമ്മളിപ്പോൾ പള്ളിയിലിരുന്ന് എന്താ ചർച്ച ചെയ്യുക? ഏത് ഹോട്ടലിലാണ് പോണ്? ഏത് ഭക്ഷണമാണ് കഴിക്കണത്? ഭാര്യനോട് വിളിച്ചിട്ട് എന്താ സ്പെഷ്യല്? ഒന്നുമില്ല കഴിക്കാൻ, കുടിക്കാനില്ല, കഴിക്കാനില്ല, ഉടുക്കാനില്ല. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുസ്അബിന് ഉമൈർ ഇങ്ങനെ പള്ളിയിലേക്ക് കയറി വരാൻ. ആ മുസ്അബിന് ഉമൈറിന്റെ ശരീരത്തിൽ കണ്ടം വെച്ച ഒരു പുതപ്പല്ലാത്തതൊന്നുമില്ല. എങ്ങനെ വന്നതെന്നറിയോ? ഉമ്മാനെ തോൽപ്പിച്ചുകൊണ്ടാണ്. ഉമ്മ പറഞ്ഞു, മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് വിട്ടുപോരാതെ ഉമ്മ വെള്ളം കുടിക്കൂല. ഖുർആനിന്റെ ആയത്തിറങ്ങി, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമ ഫലാ തുതിഉഹുമാ. നിനക്കറിവില്ലാത്ത കാര്യം പറഞ്ഞ മോനെ അനുസരിക്കണ്ട. ഉമ്മാനോട് പറഞ്ഞിട്ട് പറയാൻ, ഉമ്മ നിങ്ങൾക്കൊരായിരം ആത്മാവുണ്ടെന്ന് വിചാരിക്കുക, അതിലെ 999 മിസ്സബിന്റെ മുന്നിൽ നിന്ന് മറഞ്ഞു പോയാലും മരിച്ചു പോയാലും അവസാനത്തെ ഇതും മരണപ്പെട്ടു പോയാലും മിസ്സബ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് വരൂല. മിസ്സബിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാണ്. ഇറക്കി വിട്ടു പോകുമ്പോൾ മിസ്സബിന്റെ ചരിത്രം അറിയാലോ. രാവിലെ ഒരു വസ്ത്രം, വൈകുന്നേരത്തൊരു വസ്ത്രം. മിസ്അബ് തേച്ച അത്തർ ഇന്നും ലോകത്തൊരു പക്ഷെ ഒരാളും തേച്ചിട്ടുണ്ടാവില്ല. അത്രയും സുഗന്ധം. വീട്ടിൻ്റെ അകത്തിരിക്കുന്ന സ്ത്രീകൾ പുറത്തേക്കിറങ്ങി വരും മിസ്സബിന്റെ അത്തറിന്റെ സുഗന്ധം കാണാൻ. അള്ളാഹുവിൻ്റെ റസൂൽ മിസ്സബിന്റെ ആ അവസ്ഥ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരയാണ് അല്ലേ? എന്തിനെന്നറിയോ? മിസ്സബ് വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോൾ അമ്മാവങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മയുടെ ആങ്ങള എങ്ങടാ പോണ്? ഇസ്ലാമിലേക്ക്, മുഹമ്മദിൻ്റെ അടുത്തേക്ക്. നീ ഉടുത്തിരിക്കുന്ന ഈ വസ്ത്രം ഏതറിയോ? അതെൻ്റെ പെങ്ങൾ വാങ്ങി തന്നതാ. ഊരിവെക്ക് പടൻ. മിസ്സബ് പറഞ്ഞു, എൻ്റെ മാനം മറക്കാൻ ഒരു വസ്ത്രം അതും നിങ്ങൾ തരൂലേ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മാവൻ ചവിട്ട് നിൽക്കുന്ന വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ചവിട്ടില്ലേ, ആ കരിമ്പടത്തിൽ നോക്കിയിട്ട് മിസ്സബ് ചോദിച്ചു, അതെനിക്ക് കൊടുക്കാൻ തരുമോ? അതെടുത്തിട്ടാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഫലമ്മാ റആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബകാ ലില്ലദീ കാന ഫീഹി മിൻ നിഅമതി വല്ലദീ ഹുവ ഫീഹി അൽയൗം. മിസ്സബിന്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും കണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ കരഞ്ഞു. എന്നിട്ട് റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കാൻ, സുമ്മ ഖാല റസൂലുള്ളാഹ് കൈഫ ബികും ഇദാ ഗദാ അഹദുകും ഫീ ഹുല്ലത്തിൻ വറാഹ വവുദിഅത് ബൈന യദൈഹി സഹ്ഫത്തുൻ വറുഫിയതു ഉഖ്റാ. എൻ്റെ സമുദായത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന നിങ്ങളെ വിചാരം എന്തായിരിക്കും? നിങ്ങൾ രാവിലെ ഒന്നുടുക്കുക, വൈകുന്നേരത്തൊരു വസ്ത്രം ധരിക്കും. മാത്രമല്ല, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ തളിക ഒന്നിങ്ങോട്ട് മാറ്റുമ്പോഴേക്കും അടുത്തത് നിങ്ങളടുത്തേക്ക് വരുന്നൊരവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നുണ്ടോ? നമുക്കത് ഉണ്ടോ? രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫി, അത് കഴിഞ്ഞ് നാസ്ത, അത് കഴിഞ്ഞ് 11 മണിക്ക് ചായ.
ഇപ്പം ബിരിയാണി വീട്ടിൽ റെഡി, അല്ലെങ്കിൽ ഹോട്ടലിൽ റെഡി. അത് കഴിഞ്ഞ് 4 മണിക്ക് ചായ, മഗ്രിബിന് ചായ, ഏശക്ക് ചായ, രാത്രി ഭക്ഷണം മാത്രം. ഒന്ന് പോകുമ്പോഴേക്കിനൊന്ന്, ഒന്ന് പോകുമ്പോഴേക്കൊന്ന്. ഇതന്ന് അല്ലാഹു റസൂൽ പറഞ്ഞതാ. ഇന്നത് അനുഭവിക്കുന്നത് നമ്മളാ. സ്വഹാബത്ത് അത് അനുഭവിച്ചിട്ടില്ല, ആഗ്രഹിച്ചു അവര് പറഞ്ഞു അല്ലാഹു റസൂലിനോട്, വസതർതും ബുയൂതകും കമാ തസ്തറുൽ കഅബ, കഅബാലയത്തിന്റെ കില്ല മാറ്റുന്നത് പോലെ നിങ്ങളുടെ വീടിന്റെ വിരികളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഉണ്ടോന്ന്? ഒരു വീട്ടിൽ ചെന്നാൽ ഒരു വിരിന്ന്, നാളെ ഒരു വിരി, ഒരു ബെഡ്ഷീറ്റ് ഇന്ന്, നാളെ ഒരു ബെഡ്ഷീറ്റ്. നമുക്ക് ചിലപ്പോൾ അറിയുന്നല്ല ആ അവസ്ഥ ഉണ്ടോ? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് പറയുക, കാലു യാ റസൂലല്ലാഹ് നഹ്നു യൗമ ഇദിൻ ഖൈറും മിന്നൽ യൗം, ഇന്നത്തതിനേക്കാൾ നല്ലൊരവസ്ഥയായിരിക്കും ഞങ്ങൾ. നതഫറഉ ലിൽ ഇബാദതി നക്ഫിൽ മുഉന, അന്ന് ഞങ്ങൾക്ക് ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാമല്ലോ എന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. കാല ലാ അൻതുമുൽ യൗമ ഖൈറും മിൻകും യൗമ ഇദിൻ, ഇല്ല, നിങ്ങൾക്ക് ഈ ദാരിദ്ര്യമാണ് നല്ലത്, നിങ്ങൾക്ക് ഈ പട്ടിണിയാണ് നല്ലത്, ഈ നിങ്ങൾക്ക് വസ്ത്രമില്ലാത്തതാണ് നല്ലത്, നിങ്ങൾക്ക് കടിക്കാൻ കാരക്കയില്ലാത്തതാണ് നല്ലത്. കാരണം എന്താ അറിയോ? അന്നത്തതിനേക്കാൾ നല്ലത് ഇന്നാണ്. ഇന്ന് നമുക്ക് എന്തെല്ലാം സൗകര്യമുണ്ട്. ജുമഅക്ക് വരുന്നത് പോലെ, സുബഹിക്ക് പള്ളിയിൽ വരുന്നത് പോലെ നമ്മുടെ പള്ളികളായോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്, വെള്ളിയാഴ്ചയാണ് ഖിയാമത്തിൻ്റെ ആരംഭം. എത്ര ഹദീസുകളിൽ കണ്ടു. ഇന്ന് ഖിയാമത്ത് നടക്കാൻ പോവുകയാണ്. നമ്മൾ ആരെങ്കിലും രാവിലെ അറിഞ്ഞോ? വിചാരിച്ചോ ഇങ്ങനെ റസൂൽ പറഞ്ഞു എന്നുണ്ടോ? പള്ളിയിലേക്ക് എത്ര ആൾ നേരത്തെ വന്നു? സൗകര്യങ്ങൾ കൂടിയപ്പോൾ അള്ളാനെ മറന്നു. ഉള്ളാളത്ത് നിന്ന് ഇബ്രാഹിം ഖലീൽ മസ്ജിദിലേക്ക് രാവിലെ 8 മണിക്ക് എത്തിയ മുവഹിദുകളും സലഫികളും ഉണ്ടായിരുന്നു ഇവിടെ. അന്ന് പൈസ അല്ല അവർക്ക് ബസ് കയറാൻ, നടന്നു വന്നവരുണ്ടായിരുന്നു. ഈ അടുത്ത പ്രദേശങ്ങളിൽ അവർ തളർന്ന് ക്ഷീണിച്ചവശരായി വിയർത്ത് കുളിച്ച് AC ഇല്ലാത്ത, ഫാനില്ലാത്ത സ്ഥലങ്ങളിൽ ഈ ഇബ്രാഹിം ഖലീൽ മസ്ജിദിൽ തൗഹീദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടു. അവരുടെ നാടുകളിൽ അത് ചൊരയെറിഞ്ഞു. ഇന്നതുണ്ടോ? ഇന്നവിടെ എത്തിയോ? ഇല്ല. നമുക്ക് സൗകര്യങ്ങൾ കൂടിപ്പോയി. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, അല്ലാഹുവെ മറന്നു കളഞ്ഞ ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആകരുത്. അതുമൂലം അല്ലാഹു അവർക്ക് അവരെ തന്നെ ഓർമ്മയില്ലാതെയാക്കി. അല്ലാഹനെ മറന്നു നമ്മൾ പലതിലും. നമ്മളെ ഓർത്തു, നമ്മുടെ കച്ചവടത്തെ ഓർത്തു, ഇല്ലേ? നമ്മളുടെ ഏറ്റവും വലിയ ആളുകളായി മാറി. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്, യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നില്ലേ? ഇനി നിങ്ങൾക്ക് പടച്ചോനെ പേടിക്കാറായില്ലേ? അള്ളാഹിൻ്റെ വല്ലാത്ത ചോദ്യമാണിത്. ചൂരൽ മലയിൽ സർവ്വതും നഷ്ടപ്പെട്ട് വസ്ത്രമില്ലാതെ ഉടുത്ത വസ്ത്രത്തിൽ ഒരു രാത്രി മുഴുവൻ നിന്ന് താമസിച്ച വീടിൻ്റെ ഭാഗത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞ് സ്വന്തം മക്കളെപ്പോലും കൈപ്പിടിയിൽ ഒഴുക്കാൻ കഴിയാതെ മക്കളില്ലാത്ത ബാപ്പമാരായി, ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരായി, ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരായി, വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട മക്കളായി എത്ര ആളുകളുണ്ട് അവിടെ നമ്മുടെ കൺമുന്നിൽ. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തോ? എനിക്കങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നതിനെ കുറിച്ചോർത്തോ? ഈ യാഥാർത്ഥ്യം ഉണ്ടായിട്ട് ഈ പള്ളിയുടെ മിൻബറിൽ നിന്ന് ഐസിയുവിൽ കിടക്കുന്ന ആയിരക്കണക്കിന്, നൂറുകണക്കിന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ നമ്മൾ? വെന്റിലേറ്ററിൽ കിടക്കുന്ന ആയിരക്കണക്കിന്, നൂറുകണക്കിന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ നമ്മൾ? കോടികളുണ്ടായിട്ടും ഒരു തുള്ളി വെള്ളം പോലും വയറ്റിലേക്ക് ഇറക്കാൻ കഴിയാതെ ആയിരങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? സഹോദരന്മാരെ, വിളമ്പി വെച്ച ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് കണ്ണീർ പൊഴിച്ച് അത് കഴിക്കാൻ പറ്റൂല, ഇത് കഴിക്കാൻ പറ്റൂല, പഞ്ചസാര പറ്റൂല, ഉപ്പ് പറ്റൂല, പച്ചവെള്ളം കുടിക്കാൻ പറ്റൂല, ഒന്നും മണക്കാൻ പറ്റൂല. അങ്ങനത്തെ എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഇല്ലേ? എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ലക്ഷക്കണക്കിന് രൂപയുടെ ബെഡുള്ള മനുഷ്യർ, AC ഉള്ള മനുഷ്യർ, വാതിലടിച്ച് കിടന്നിട്ട് കണ്ണ് തുറന്നിട്ടൊന്ന് അടക്കാൻ പോലും കഴിയാത്ത ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? നമ്മൾ പഠിച്ചോ അത്? നമ്മൾ കണ്ടോ അത്? നമ്മൾ കേട്ടോ അത്? ഒരു ഞൊടിയിടകൾ കൊണ്ട് അള്ളാഹുവിന് നശിപ്പിക്കാൻ കഴിയുമത്. അതുകൊണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണും മനസ്സുമായി ആയിരങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്, അവരെ കണ്ട് നമ്മൾ പഠിച്ചോ?
ദുരന്ത ഭൂമികളും യുദ്ധഭൂമികളും ഇന്ന് നമ്മൾ കാണുന്നത് അതിജീവനത്തിൻ്റെ മാർഗങ്ങളാണ്. എല്ലാം നികത്തിക്കൊടുക്കാൻ നമുക്ക് പറ്റും. കർണാടകയിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപ കേരളത്തിലെത്തി. പക്ഷേ ഭൗതിക സൗകര്യങ്ങളിൽ സ്വല്പം ഒരു മാറ്റമുണ്ടായാൽ അത്യാവശ്യം ഒന്ന് ഉപയോഗിക്കാനുള്ള വസ്ത്രവും പാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ. നോക്കിങ്ങൾ, ക്യാമ്പുകളിൽ മുസ്ലിങ്ങളായ ആളുകൾ ചോദിക്കുന്നത് രണ്ടെണ്ണം: നമസ്കാരപ്പടം, നമസ്കാര കുപ്പായം. എവിടെ നിന്നിട്ടും ഞങ്ങൾ നിസ്കരിച്ചോളാം, അതിനൊരു അവസരം തന്നാൽ മതി. ഈ ദുരിതങ്ങളൊക്കെ ഇവരിൽ നിന്നൊഴിഞ്ഞാൽ അങ്ങനത്തെ ഒരാകാൻ പാടുണ്ടോ നമ്മൾ? ദുരിതങ്ങളൊഴിഞ്ഞാൽ, രോഗം മാറിയാൽ, പട്ടിണി മാറിയാൽ, ദാരിദ്ര്യം മാറിയാൽ, നല്ല വീട് വന്നാൽ, ചില ആളുകൾ അള്ളാഹിനോട് ഞങ്ങൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ ഇല്ല എന്ന നിലക്ക് പോകുന്ന ആളുകളായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റും. ആരെ? ഈ ദുരന്തങ്ങൾ ഉള്ളോടത്തല്ല പറഞ്ഞത്. നമ്മൾ പഴയ അവസ്ഥയിൽ നിന്ന് എത്ര മാറി ഇല്ലേ? നിങ്ങളുടെ വാപ്പമാരിൽ പലരും രാത്രി കൊണ്ടുവന്ന ഭക്ഷണം കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി 7 മക്കൾക്കും 8 മക്കൾക്കും ഉമ്മ കഞ്ഞിയാക്കി കൊടുത്തു നമ്മൾ പലപ്പോഴും പറയാറില്ലേ? അല്ലേ? ഈ ബന്ദറിലേക്ക് താഴെ ഇറങ്ങിയിട്ട് മീൻ പെറുക്കി വിറ്റിട്ട് സ്വന്തം കുടുംബം പോറ്റി എന്ന് നമ്മൾ പറയാറില്ലേ? ചിലപ്പോൾ ബോട്ടിൽ പോയാൽ ഒന്നും കിട്ടാതെ മടങ്ങി വന്ന് മക്കൾക്കൊരു വസ്ത്രം പോലും നൽകാൻ കഴിയാത്തവരായിരുന്നു ഞങ്ങളെന്ന് പറയാറില്ലേ? ഇപ്പോൾ ഈ അവസ്ഥയൊക്കെ മാറിയില്ലേ? അള്ളാഹിനെ നമ്മൾ മറന്നോ? അള്ളാഹുവിനെ നമ്മൾ ഓർത്തോ? അള്ളാഹിനോട് പ്രാർത്ഥിച്ചോ? അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ സുമ്മ ലാ യതൂബൂൻ വലാ ഹും യദക്കറൂൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ 126-ാമത്തെ ആയത്ത്. നിങ്ങൾ കാണുന്നില്ലേ? വല്ലാത്ത ചോദ്യം. ഒരു കൊല്ലത്തിൽ 1-2 തവണ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങൾ കാണില്ലേന്നാ? ഒരു കൊല്ലത്തിലെ 1-2 തവണ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വേനൽക്കാലമായാൽ വെള്ളമില്ല, സസ്യലതാദികളൊക്കെ നശിച്ചു, കൃഷിയില്ലാതെയാകുന്നു. മഴക്കാലമായാൽ വെള്ളപ്പൊക്കം, പണിയില്ല, നാട് മുങ്ങിപ്പോകുന്നു. നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് പടച്ചോൻ്റെ ചോദ്യം. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, സുമ്മലായ തൂബൂൻ, പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ല, വലാഹും യദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ല. അള്ളാഹിൻ്റെ വല്ലാത്തൊരു ചോദ്യമാണ്. നമ്മൾ അള്ളാഹിനോട് പശ്ചാത്തപിക്കുന്നില്ല. എന്ത് കാണുമ്പോൾ? ഇസ്തിഗ്ഫാറുല്ലാ എന്ന് പറയുന്നില്ല എന്നല്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല പറയണത്. ആ ഇസ്തിഗ്ഫാർ എന്താണ് എന്ന് 4 ഖുത്ബ നടത്തിയാലും ഒരു പക്ഷേ തീരൂല. 4 ഖുത്ബ. നമ്മളിപ്പോൾ മംഗലാപുരത്തുകാരൊരു ഗുണം പറയാം. എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം കണ്ട അവർ അപ്പം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും. അതൊരു ഗുണമാണ്. എന്താ ഈ അസ്തഗ്ഫിറുല്ലാ? ഫലസ്തീനിലേക്ക് നോക്കി നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ, വസ്ത്രമില്ലാത്ത പൊട്ടിയ പാത്രവുമായിട്ട് ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന മക്കളെ കാണുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ, നമ്മുടെ മക്കളെ നോക്കിയിട്ട് ഈ മക്കൾക്കൊരു കുറവും വരുത്താതെ നോക്കാൻ പടച്ചോൻ എനിക്ക് സൗഭാഗ്യം ചെയ്തു തന്നെങ്കിൽ അവിടെ ഒരു അസ്തഗ്ഫിറുല്ലാ പറയാൻ നമ്മുടെ നാവ് പൊന്തൂല. മൊബൈലിലും ടി വിയിലും ഇരുന്നിട്ട് ഫലസ്തീനിലെ മക്കള് ഭക്ഷണത്തിന് വേണ്ടി ആകാശത്തേക്ക് നോക്കി വാവിട്ട് കരയുന്നത് കാണുമ്പോൾ നമ്മുടെ മുന്നിൽ എന്തൊക്കെ ഭക്ഷണ വിഭവങ്ങളാണ് നിരത്തി വെച്ചത് എന്ന് നമ്മളൊന്ന് നോക്കിയാൽ ഒരു അസ്തഗ്ഫിറുല്ലാ പറയാൻ നമുക്ക് കഴിയില്ല. അസ്തഗ്ഫിറുല്ലാ പറയുന്ന വിശ്വാസിയുടെ സ്വഭാവങ്ങൾ വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 ഖുത്ബ മതിയാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കുകയും നല്ലത് മനസ്സിലാക്കുകയും നല്ലത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വളരെ മർമ്മപ്രധാനമായി 1-2 സംഗതികൾ സൂചിപ്പിക്കുവാനുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ ചൂരൽമലയിൽ പ്രളയമുണ്ടായപ്പോൾ കർണാടകയിലെ നമ്മുടെ ഈ പള്ളിയിൽ നിന്നടക്കം ഭീമമായ ഒരു സംഖ്യ നമ്മുടെ പോക്കറ്റിൽ മടിയില്ലാതെ കൈയിട്ട് അവിടുത്തെ നമ്മളറിയാത്തവർക്ക് വേണ്ടി വ്യാപകമായിട്ട് നമ്മളിവിടുന്ന് പിരിവ് നടത്തി അയച്ചു.
നോക്കി, റമദാൻ വന്നാൽ ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് ഞങ്ങളുടെ നാട്ടിലെ മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി കളക്ഷൻ എടുക്കുമ്പോൾ ഒരു മടിയില്ലാതെ തരുന്ന ആളുകളാണ്. ഇന്ന് ഞാൻ വന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ 2 ഏക്കർ സ്ഥലവും ഒരു സഹോദരൻ 1 ഏക്കർ സ്ഥലവും കൊടുത്ത് ഈ കർണാടകയിൽ ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം ആരംഭിച്ചു എന്നറിഞ്ഞു. അൽഹംദുലില്ലാ, അതിലേക്ക് ഉദാരമായി സംഭാവന നൽകിയ, സ്ഥലം നൽകിയ, ആ സ്ഥാപനത്തിന് സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു അതിൻ്റേതായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഇബ്രാഹിം ഖലീൽ മസ്ജിദ് നമുക്കറിയാം, ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും നമുക്ക് സൗകര്യം വർദ്ധിപ്പിച്ച് തരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മളല്ലാത്തവരാരുമില്ല ഇവിടെ. 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിൽ 1.5 വർഷത്തോളം ഞാൻ ഖത്തീബായിരുന്നപ്പോൾ ഉള്ള സൗകര്യങ്ങളല്ല ഇന്നിവിടെയുള്ളത്. സഹോദരന്മാരെ, ഓലക്കാസറ്റുകൾ ഒരു വെള്ളിയാഴ്ച മുതൽ പിറ്റേ വെള്ളിയാഴ്ച വരെ ഇട്ടിട്ട് താഴത്തെ ആളുകൾ ക്യൂ നിൽക്കലാണ്. എന്തിന്? തൗഹീദിൻ്റെ ക്ലാസ് കേൾക്കാൻ, രഹസ്യമായി വാഹനത്തിലും വീട്ടിലും ഇരുന്ന് കേൾക്കാൻ. നിങ്ങൾക്കറിയുമോ, ആരുമറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാൻ ഇവിടെ ആളുകൾ വരുന്നു. തൊട്ടടുത്ത നമ്മുടെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഗ്രിബ് നമസ്കാരത്തിന് ഏതാനും പ്രവർത്തകരും ഞാനും പോയി. ഞങ്ങൾ മഗ്രിബ് നമസ്കരിക്കാൻ സമ്മതിച്ചില്ല ആ പള്ളിയിൽ. അങ്ങനത്തെ അവസ്ഥയ്ക്ക് മാറിയില്ലേ? നമ്മുടെ തറവാടാണ് ഇബ്രാഹിം ഖലീൽ മസ്ജിദ്. ഇവിടെ നിന്നാണ് തൗഹീദിൻ്റെ വെള്ളിവെളിച്ചം പ്രകാശം നുകർന്നു നൽകിയത്. ഈ പള്ളിയെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇന്ന് ഈ പള്ളിയിൽ എത്ര ജോലിക്കാരുണ്ടെന്ന് പലർക്കും അറിയില്ല. എത്ര ജോലിക്കാരുണ്ടെന്ന്, എത്ര വെള്ളം ഒരു ദിവസം ചിലവാകുന്നു എന്ന് പലർക്കും അറിയില്ല. അതറിയാം നമ്മളെല്ലാവരും. എങ്ങനെ അറിയേണ്ടതെന്നറിയോ? ഇത് നിലനിർത്തിക്കൊണ്ട് ഇന്ന് ഈ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷനാണെന്ന് നടക്കുന്നത്. നമ്മൾ കലക്ഷൻ കൊടുത്ത് മടുത്തവരല്ല, ഇനിയും കൊടുക്കാൻ ഉദ്ദേശിച്ചവരാ. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട്, ഏറ്റവും വലിയ പൈസ ആയിരിക്കണം ഇന്ന് നമ്മുടെ പള്ളിക്ക് നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാനം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് എന്നോട് സൂചിപ്പിച്ചത്, നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും രോഗികളാണ്, അഭിനയിക്കുകയാണ് പലരും, ഇല്ലേ? സ്വന്തം ഭാര്യൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ടി വരിക, മക്കളെ മുന്നിൽ അഭിനയിക്കേണ്ടി വരിക, തൊഴിലാളികളുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരികയാണ്. ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടും ആ പ്രയാസങ്ങളൊക്കെ അഭിനയത്തിലൂടെ തീർക്കുന്ന ആളുകളാണ് നമ്മിൽ പല ആളുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാരീരികമായ അവശതകൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ കുടുംബത്തിലെ പ്രയാസം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ.